വളരെ ചെറുപ്പത്തില് സംഗീതം പഠിക്കണമെന്ന ആഗ്രഹമായി അല്ല, ആഗ്രഹം വരുന്നതിന് മുൻപ് ഒരു നവരാത്രി കാലത്ത് പ്രിയപ്പെട്ട രാജേട്ടൻ ഒരു ഹാർമോണിയമായി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചായൊത്തുന്ന സ്ഥലം മാറിപ്പോയതുകൊണ്ട് പാട്ടുപഠിത്തം അവിടെ ഉപേക്ഷിച്ചു. ഇല്ല, ഉപേക്ഷിച്ചില്ല. പിന്നെയും ഒരു തവണ കൂടി ഞാൻ പരീക്ഷിച്ചു നോക്കി. അത് പക്ഷെ ഒരു വീട് മുഴുവൻ നടന്നുകൊണ്ടും ചായ കുടിച്ചുകൊണ്ടും ചൂരലും വടിയും എടുത്തുള്ള കണ്ണുരുട്ടലും കളിയാക്കലും ഒക്കെ ആയിട്ടേ ഇതെന്താ ഇത് മ്യൂസിക് തന്നെയാണോ പഠിപ്പിക്കുന്നതെന്ന് ഒരു ഡൗട്ട് തുടങ്ങിയപ്പോ ശരിക്കും ഞാൻ ആ ഉദ്യമം അവസാനിപ്പിച്ചു. അവിടെയാണ് ആ ഡയലോഗ് കറക്റ്റ് മാച്ച് ആവുന്നത്. കയറി ചെന്നത് സിംഹത്തിന്റെ മടയിലോ പുലിമടയിലോ എവിടെയാണെന്ന് പറയില്ലേ, അത്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയായിരുന്നെങ്കിലും ഇത് ഇങ്ങനൊന്നും അല്ലടാ എന്ന് എനിക്ക് അന്ന് മനസ്സിലായിരുന്നു. പിന്നെ പരീക്ഷണത്തിനൊന്നും പോയില്ല. അച്ഛൻ പഠിപ്പിക്കുന്ന കവിത മാത്രം, അതും ഒന്നോ രണ്ടോ എണ്ണം പഠിച്ച് അത് തന്നെ അങ്ങ് പയറ്റിക്കൊണ്ടിരിക്കും. അച്ഛൻ കവിതയെല്ലാം പഠിപ്പിച്ച് സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിൽ ഞാൻ കുറച്ച് ബാക്കിലാ. ഒറ്റ തവണയെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിയിട്ടുള്ളൂ. ശബ്ദം കേൾക്കുമ്പോ പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട്. അപ്പൊ ഉള്ളിലെന്തോ വിഷമം തോന്നാറുമുണ്ട്. ഇപ്പൊ മോന് ഡ്രോയിങ് പഠിക്കാനുള്ള ആഗ്രഹം അവൻ തന്നെ ഇങ്ങോട്ട് അറിയിച്ചതാണ്. അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിൽ പോകുന്നുമുണ്ട്. അവനോട് മ്യൂസിക് പഠിച്ചാലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എന്നാ അവന്റെ കൂടെ എനിക്കൊന്ന് പയറ്റി നോക്കാനൊരു മോഹം. പക്ഷെ പുള്ളി അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു മടിയും. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചു നോക്കാം. ഇനി ഇപ്പോഴാണോ ഇതൊക്കെ എന്ന ചിന്തയൊക്കെ പോയി. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ.